പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, തിങ്കളാഴ്ച നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സയൻസിൻ്റെ ക്ലാസ്സിൻ്റെ ദിവസമാണ്. ഇന്ന് നമ്മുടെ സയൻസിൽ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിൻ്റെ ബാക്കി ഭാഗം. കഴിഞ്ഞ ദിവസം എന്താ പഠിപ്പിച്ചത്? ധാതുക്കളും അയിരുകളും. എല്ലാ ധാതുക്കളുടെയും അയിരുകളുടെയും പേരുകൾ വ്യക്തമായി പഠിച്ചു. എന്താണ് ധാതു, എന്താണ് അയിര്, ഇതെല്ലാം പഠിച്ചു. എൻ്റെ പൊന്നുപിള്ളേരെ, ഒരു കാര്യം പറയാം, ഒരു മാർക്ക് പോലും സയൻസിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു സീരീസ് കാണുകയാണെങ്കിൽ നഷ്ടപ്പെടില്ല, ഉറപ്പായിട്ട് നഷ്ടപ്പെടില്ല. ഓക്കെ, അത് നിങ്ങൾ വൈറ്റമിൻസിൻ്റെ എല്ലാ ക്ലാസ് കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി. വൈറ്റമിൻസിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഇല്ല, എല്ലാ ക്വസ്റ്റ്യനും അതിനകത്തായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അയിരുകൾ ധാതുക്കൾ എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം, ഇതൊരു സീരീസാണ്. ഇത് തീരുമ്പോൾ നമ്മുടെ സിലബസിലെ ഒരു വലിയ പോർഷൻ കഴിയും. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ടും ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന നോട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ, എന്താണ് ലോഹ നിഷ്കർഷണം എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ മെറ്റലർജി, എന്താണ് ലോഹ നിഷ്കർഷണം? അതായത് പറയുന്നത് ശ്രദ്ധിക്കണം. എന്താണ് ലോഹ നിഷ്കർഷണം എന്ന് ചോദിച്ചാൽ, ഒരു അയിരിനകത്ത് ഒരു അയിരെടുത്താൽ, ഒരു ഓർ, അയിരിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഓറ്. ആ ഓറിനകത്ത് 2 സാധനങ്ങളുണ്ട്. ഒന്ന്, ഒരു മെറ്റൽ അതിനകത്ത് ഇരിപ്പുണ്ട്, നമുക്ക് അതിനെയാണ് ആവശ്യം. ആ മെറ്റലിനോടൊപ്പം എന്തുണ്ട്? ഇമ്പ്യൂരിറ്റിയും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അപദ്രവ്യം അല്ലെങ്കിൽ അഴുക്ക്. യവനെ നമുക്ക് വേണ്ട, യവനെ നമുക്ക് കളയണം, യവനെയാണ് നമുക്ക് എടുക്കേണ്ടത്. ഒരു അയിരിനകത്തുനിന്ന് ഒരു ലോഹത്തെ നമുക്ക് വേർതിരിക്കണം, നമുക്ക് ഇമ്പ്യൂരിറ്റിയെ കളയണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ മെറ്റലർജി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് മെറ്റലർജിയാണ് പഠിക്കാൻ പോകുന്നത്. സംഭവം സിമ്പിളാണ്, നമുക്ക് കാര്യം മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണത്തിന് അലൂമിനിയത്തിൻ്റെ അയിരിൻ്റെ പേരാണ് ബോക്സൈറ്റ്. അലൂമിനിയത്തിൻ്റെ അയിരിൻ്റെ പേരെന്താണ്? ബോക്സൈറ്റിൻ്റെ ഫോമിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോക്സൈറ്റിനകത്തിരിക്കുന്ന അലൂമിനിയത്തെ നമുക്ക് വേണം, പക്ഷെ ബോക്സൈറ്റിനകത്തിരിക്കുന്ന അഴുക്കിനെ നമുക്ക് വേണ്ട. അപ്പം അത് അയിരിനകത്തുനിന്ന് ഒരു മെറ്റലിനെ വേർതിരിക്കണം, അപദ്രവ്യത്തെ കളയണം. ആ അപദ്രവ്യത്തെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, അതാണ് ഗ്യാങ്. ഗ്യാങ് എന്ന് പറയും കേട്ടോ, ഗ്യാങ് എന്ന് പറയും. ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഒരു അയിരിനകത്തിരിക്കുന്ന അപദ്രവ്യം അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിയെ വിളിക്കുന്ന പേരാണ് ഗ്യാങ്. ആ ഗ്യാങ്ങിനെ നമുക്ക് കളയണം, എന്നിട്ട് അതിനകത്തിരിക്കുന്ന മെറ്റലിനെ നമുക്ക് എടുക്കണം. അതിനുവേണ്ടി 3 സ്റ്റെപ്പുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തി. അവിടെ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. 3 സ്റ്റെപ്പിലൂടെയാണ് ഒരു അയിരിൽ നിന്ന് നമ്മൾ ലോഹത്തെ വേർതിരിക്കുന്നത്. ലോഹ നിഷ്കർഷണത്തിന് 3 ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ലോഹ നിഷ്കർഷണത്തിന് ഉപയോഗിക്കുന്ന എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റലിനകത്ത് ഉപയോഗിക്കുന്ന 3 ഘട്ടങ്ങൾ ഏതൊക്കെയാ? 1, അയിരുകളുടെ സാന്ദ്രണം, കോൺസെൻട്രേഷൻ ഓഫ് ഓർ. 2, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ എന്ന് പറഞ്ഞാൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കൽ. 3, ലോഹത്തിൻ്റെ ശുദ്ധീകരണം. ഇങ്ങനെ ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് നമുക്ക് ഒരു അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കേണ്ടത്. അപ്പം അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാ? 1, അയിരുകളുടെ സാന്ദ്രണം. 2, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. 3, ലോഹ ശുദ്ധീകരണം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിനകത്ത് ഇതെല്ലാം പഠിക്കാൻ പോവുകയാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ലോഹ നിഷ്കർഷണം ആയി മാറുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉടൻ, അതായത് ഈ ടോപ്പിക്ക് തീർന്നാലുടൻ, ഇന്ന് ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ലോഹ നിഷ്കർഷണം തീർക്കും. അത് തീർന്നു കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലാസ്റ്റ് ഫർണസും അലൂമിനിയത്തിൻ്റെ എക്സ്ട്രാക്ഷനും സ്പെഷ്യലായിട്ട് നമുക്ക് ടെസ്റ്റിനകത്ത് പഠിക്കാനുണ്ട്. അതും കൂടെ പഠിക്കുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് കഴിയും. ഈ ടോപ്പിക്ക് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി എന്താ? പരീക്ഷ. എത്ര ക്വസ്റ്റ്യനാണ് പരീക്ഷ? ഇതിനകത്തുനിന്ന് എത്ര ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ആ ക്വസ്റ്റ്യൻസ് എല്ലാം എടുക്കും. ഇതിനകത്തുനിന്ന് നാളിതുവരെ PSC എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്? 2010 ശേഷം ചോദിച്ച 2026 വരെയുള്ള പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങൾ ചേർത്ത് എത്ര ചോദ്യം ഉണ്ടാകുമോ അത്രയും ചോദ്യം. വൈറ്റമിനെ നമ്മൾ അങ്ങനെയാണ് പരീക്ഷ ഇട്ടത്. 50 ചോദ്യങ്ങളുണ്ടായിരുന്നു. വൈറ്റമിനകത്ത് ടോപ്പിക്കും പഠിച്ച എക്സാമും എഴുതുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഉറപ്പായി നമ്മൾ ജോലി കിട്ടും. അതേ നിലവാരത്തിലാണ് നമ്മൾ ഇതും കൊണ്ടുപോകുന്നത്. ടോപ്പിക് ക്ലാസ് അതാണ്. എന്തൊക്കെയാണ് ടോപ്പിക് ക്ലാസ് ഉള്ളത്? തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. അപ്പോൾ നമ്മൾ ആദ്യത്തെ 1ാമത്തെ പ്രോസസ്സിലേക്ക് വരുന്നു. മെറ്റലർജിയിലെ 1ാമത്തെ സ്റ്റെപ്പാണ് അയിരുകളുടെ സാന്ദ്രണം. അയിരുകളുടെ സാന്ദ്രണം. ഓക്കെ, ഒരു അയിരിനകത്ത്
ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മാലിന്യത്തെ വിളിക്കുന്ന പേരാണ് ഗ്യാങ് എന്ന് പറയും. ഗ്യാങ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, ഒരു അയിരിനകത്ത് കാണപ്പെടുന്ന മാലിന്യം. ഒരു അയിരിനകത്ത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മാലിന്യത്തെ വിളിക്കുന്ന പേരാണ് ഗ്യാങ്. ഒരു അയിരിനകത്ത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മാലിന്യത്തെ വിളിക്കുന്ന പേരാണ് ഗ്യാങ്. ഈ മാലിന്യം ഇമ്പ്യൂരിറ്റീസ് എന്നാണ് പറയപ്പെടുക. ആ ഇമ്പ്യൂരിറ്റീസിനെ മാറ്റുന്ന ഘട്ടമാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് ചോദിച്ചാൽ, ഒരു അയിരിനകത്തിരിക്കുന്ന മാലിന്യത്തിനൊരു പേരാണ്, മാലിന്യങ്ങളെ വിളിക്കുന്ന പേരാണ് ഗ്യാങ്. ആ ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന പരിപാടിയെ വിളിക്കുന്ന പേരാണ് അയിരുകളുടെ സാന്ദ്രണം. പരീക്ഷയ്ക്ക് ചോദിക്കും, അപദ്രവ്യത്തിൽ അപ്പോൾ ഒന്നാമത്തെ ഘട്ടം, ലോഹ നിഷ്കർഷണത്തിലെ ഒന്നാം ഘട്ടം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പേര് പറയണം? അത് അയിരുകളുടെ സാന്ദ്രണം ആണ് എന്ന് പറയണം. കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആണെന്ന് പറയണം. അപ്പം ഇനി അടുത്ത രണ്ടാമതൊരു ചോദ്യം, അകത്തടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ പറയണം ഗ്യാങ് ആണ്. ഇനി ഒരു അയിരിനകത്ത് അടങ്ങിയിരിക്കുന്ന അപദ്രവ്യത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ ഇതിനകത്ത് 4 രീതികളാണ് പ്രധാനമായും ഈ ഒരു അയിരുകളുടെ സാന്ദ്രണം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന 4 രീതികളുണ്ട്. അതിൽ ഒന്നാമത്തെ രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് ജലപ്രവാഹത്തിൽ കഴുകുക. ജലപ്രവാഹത്തിൽ കഴുകുക എന്നതാണ് ഒന്നാമത്തെ രീതി. എന്താണെന്ന് നമുക്ക് നോക്കാം. 2 പ്ലവന പ്രക്രിയ, 3 കാന്തിക വിഭജനം, 4 ലീച്ചിങ്. ഈ 4 രീതികളിലൂടെ നമ്മൾ അയിരുകളെ സാന്ദ്രീകരിക്കുക, അതിനകത്തെ മാലിന്യത്തെ കളയും. അപ്പോൾ ഒരു അയിരിനകത്തിരിക്കുന്ന മാലിന്യത്തെ കളയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അയിരുകളുടെ അകത്തിരിക്കുന്ന മാലിന്യങ്ങളുടെ സ്വഭാവം നോക്കണം. മാലിന്യങ്ങളുടെ സ്വഭാവം നോക്കി വേണം രീതി തിരഞ്ഞെടുക്കാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അയിരിനകത്തിരിക്കുന്ന മാലിന്യത്തിൻ്റെ ഡെൻസിറ്റി കുറവാണ്, സാന്ദ്രത കുറവാണ്. മാലിന്യത്തിൻ്റെ സാന്ദ്രത കുറവാണ്. ഓക്കെ, അയിരിന്, അതിനകത്തിരിക്കുന്ന മെറ്റലിന് സാന്ദ്രത കൂടുതലാണ്. അയിരിന് ഗ്യാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിനകത്തിരിക്കുന്ന അഴുക്കിന് സാന്ദ്രത കുറവ്, അയിരിന് സാന്ദ്രത കൂടുതൽ. അങ്ങനെ വരുമ്പോൾ വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കുക എന്നതാണ് രീതി. പറഞ്ഞ മനസ്സിലായോ? വെള്ളം ഉപയോഗിച്ച് കഴുകുക, അതിനുള്ള ആ ഒരു സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പൊടിച്ച അയിരിനെ ജലപ്രവാഹത്തിൽ കഴുകുന്നു, പൊങ്ങിക്കിടക്കുന്ന സാന്ദ്രത കുറഞ്ഞ ഗ്യാങ്ങിനെ അരിച്ചു മാറ്റുന്നു. കണ്ടോ? ഇവിടെ കണ്ടോ? പൊടിച്ച അയിര് ഇവിടെ നിന്ന് ഇട്ട് കൊടുക്കും. ഇവിടെ നിന്ന് വെള്ളം ഇങ്ങനെ, ഇതിനകത്ത് വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും മുകളിലോട്ട്. ഇതിനകത്ത് കാണപ്പെടുന്ന ഭാരം കുറഞ്ഞ, സാന്ദ്രത കുറഞ്ഞ മാലിന്യങ്ങളെല്ലാം പൊങ്ങും. അപ്പം അവരെല്ലാം ഈ ഗ്യാങ് ആയി ഇതിൻ്റെ മുകളിലത്തെ ഒരു ഓപ്പണിംഗ് കണ്ടോ, അതിലൂടെ അങ്ങ് പുറത്തേക്ക് പോകും. ഇനി സാന്ദ്രത കൂടിയ മെറ്റലിൻ്റെ കഷ്ണങ്ങൾ, അയിരുകളെല്ലാം ഇത് കണ്ടോ, ഇതിൻ്റെ താഴോട്ട് വരും. നല്ല രീതിയാണ്. ഇതാണ് ജലപ്രവാഹത്തിൽ കഴുകുന്ന രീതി. ഓക്സൈഡ് രൂപത്തിലുള്ള അയിരുകൾ, ഇപ്പം ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു അയിര് ഓക്സൈഡ് രൂപത്തിലുള്ളതാണെന്നിരിക്കട്ടെ, സിങ്ക് ഓക്സൈഡ് ഒരു അയിരാണ്. അങ്ങനെ ഓക്സൈഡ് രൂപത്തിൽ കാണപ്പെടുന്ന അയിരുകളിൽ സാന്ദ്രീകരിക്കാൻ ഈ രീതി ഉപയോഗിക്കും. അതേപോലെ തന്നെ സ്വർണത്തിൻ്റെ അയിരുകളിലും നമ്മൾ ജലപ്രവാഹത്തിൽ കഴുകുന്ന രീതി ഉണ്ട്. അപ്പം ജലപ്രവാഹത്തിൽ കഴുകുന്ന രീതി എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ, ഓക്സൈഡ് അയിരുകളെ സാന്ദ്രീകരിക്കാനും സ്വർണത്തിൻ്റെ അയിരുകളെ സാന്ദ്രീകരിക്കാനും നമ്മൾ ജലപ്രവാഹത്തിൽ കഴുകും. ഈ ജലപ്രവാഹത്തിൽ കഴുകുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയും. ഇതിൻ്റെ പൊന്നുപിള്ളേർ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് എക്സാമ്പിളുകളാണ് ചോദ്യമായിട്ട് ചോദിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന അയിരുകളിൽ ജലപ്രവാഹത്തിൽ കഴുകുന്ന രീതി ഉപയോഗിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, അവിടെ നമ്മൾ നോക്കണം, ഓക്സൈഡ് അയിരുകളെയും സ്വർണത്തിൻ്റെ അയിരുകളെയും ഇതേപോലെ നമ്മൾ ജലപ്രവാഹത്തിൽ കഴുകാറുണ്ട്. അവിടെ ഓക്സൈഡ് അയിരുകളുടെ പ്രത്യേകത, ഓക്സൈഡ് അയിരുകളിൽ അപദ്രവ്യം അല്ലെങ്കിൽ ഗ്യാങ്ങിന് ഡെൻസിറ്റി കുറവായിരിക്കും, മെറ്റലിന് ഡെൻസിറ്റി കൂടുതലായിരിക്കും.
ക്ലിയർ ആണ്? അപ്പോഴാണ് നമ്മൾ ഈ ജലപ്രവാഹത്തിൽ കഴുകുന്ന പരിപാടി ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ രീതിയാണ് പ്ലവന പ്രക്രിയ. പ്ലവന പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ്. ആ മെത്തേഡ് പറയുന്നതിന് മുമ്പ് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കണം. എന്തിനാണ് പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്? അയിരിന് സാന്ദ്രത കുറവ്. നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. അയിരിന് സാന്ദ്രത കുറവ്, ഓറിന് സാന്ദ്രത കുറവ്. എന്നാൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഗ്യാങ്, മാലിന്യത്തിന് സാന്ദ്രത കൂടും. അപ്പോഴാണ് നമ്മൾ പ്ലവന പ്രക്രിയ ഉപയോഗിക്കുന്നത്. അപ്പം നേരത്തെ ജലപ്രവാഹത്തിൽ കഴുകാൻ എന്തായിരുന്നോ കണ്ടീഷൻ, അതിൻ്റെ ഓപ്പോസിറ്റ്. അയിരിന് സാന്ദ്രത കുറവാണോ കൂടുതലാണോ? കുറവും. എന്നാൽ അതിനകത്തിരിക്കുന്ന അപദ്രവ്യങ്ങൾ, ഗ്യാങ്ങിന് സാന്ദ്രത കൂടുമ്പോഴുമാണ് പ്ലവന പ്രക്രിയ ഉപയോഗിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് പ്ലവന പ്രക്രിയ നടത്തേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ അയിരും, പൊടിച്ച അയിരിനെ ജലവും പൈൻ ഓയിൽ, പൈൻ മരത്തിൻ്റെ ഓയിൽ, പൈൻ ഓയിൽ എന്ന് പറയും. ഈ ജലവും പൈൻ ഓയിലും അയിരും കൂടെ ചേർത്ത് ഒരു ടാങ്കിനകത്തേക്ക് എടുക്കണം. ദാ ഇവിടെ ടാങ്കിൽ അയിര്, പൈൻ ഓയിൽ, ജലം ഇതെല്ലാം കൂടെ ചേർക്കണം. എന്നിട്ട് ഇതിന് മുകളിൽ ഒരു ട്യൂബ് ഇടണം. അതിനകത്തൊരു കറങ്ങുന്ന പാഡിലുണ്ട്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്തിനാ കറങ്ങുന്നത്? ഇവിടെ താഴെ ഒരു സ്റ്റിററുണ്ട്. ഈ സ്റ്റിറർ ഇത് മൂന്നിനെയും കൂടെ മിക്സ് ചെയ്യും. ആരെയൊക്കെയാണ് മിക്സ് ചെയ്യുന്നത്? ജലം, അയിര്, പിന്നെ പൈൻ ഓയിൽ, ഇതെല്ലാം കൂടെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യും. ഈ ഒരു കുഴലിലൂടെ നമ്മൾ വായു കടത്തി വിട്ടുകൊണ്ടേയിരിക്കണം. ഈ വായുവിൻ്റെ പ്രസൻസിൽ ഈ മിശ്രിതം നന്നായിട്ട് കലങ്ങാൻ തുടങ്ങും. കലങ്ങി ഇതിനകത്തിരിക്കുന്ന പൈൻ ഓയിൽ പതഞ്ഞ് ഇതിൻ്റെ മുകളിലൊരു പതയുണ്ടാവും. ഈ പതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രോത്ത് എന്ന് പറയും. ഫ്രോത്ത്. ആ പതയിൽ അയിരിനകത്തിരിക്കുന്ന മെറ്റൽ, നമ്മൾ ഇതിനകത്ത് ചേർത്ത അയിരിലെ മെറ്റലുകൾ അതിനകത്ത് പറ്റിപ്പിടിക്കാൻ തുടങ്ങും. ആ പതയെ നമ്മൾ കോരി മാറ്റുന്നു. അതിനെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്താൽ നമുക്ക് മെറ്റലിനെ കിട്ടും. ആ മെറ്റലിന്, അതിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് ഓർ എന്ന് പറയുക. മനസ്സിലാവുന്നുണ്ടോ? ഇത് പ്രധാനമായും ഈ ഒരു പരിപാടി ചെയ്യണമെങ്കിൽ ആ ഓറിനകത്തിരിക്കുന്ന മെറ്റലിന് ഡെൻസിറ്റി കുറവും അതിനകത്തിരിക്കുന്ന ഗ്യാങ്ങിന് ഡെൻസിറ്റി കൂടുതലും ആയിരിക്കണം. സൾഫൈഡ് ഓറുകളുണ്ട്, അതായത് സിങ്ക് സൾഫൈഡ്, കണ്ടോ, സൾഫർ ഉള്ള ഓറുകളുണ്ട്. കോപ്പർ അപ്പോൾ ഇതാണ് Cu2S, ഇതാണോ കോപ്പർ സൾഫൈഡ്. ഇങ്ങനെയുള്ള സൾഫർ അടങ്ങുന്ന PbS, ലെഡ് സൾഫൈഡ്. ഈ സൾഫർ ഉള്ള ഓറുകളുടെ പ്രത്യേകത, അതിനകത്തിരിക്കുന്ന മെറ്റലിന് എന്തായിരിക്കും? മെറ്റലിന് ഡെൻസിറ്റി കുറവും എന്നാൽ അപദ്രവ്യത്തിന് ഡെൻസിറ്റി കൂടുതലായിരിക്കും, സാന്ദ്രത കൂടുതലായിരിക്കും. ആ അവസരങ്ങളിൽ മാത്രമേ നമ്മൾ ഫ്ലോട്ടേഷൻ മെത്തേഡ് ചെയ്യാവൂ. ഒരു ബീക്കർ എടുക്കുക, ഒരു ടാങ്ക് എടുക്കുക, ആ ടാങ്കിനകത്തേക്ക് അയിര്, വെള്ളം, പൈൻ ഓയിൽ ചേർക്കുക, ഒരു ട്യൂബ് വയ്ക്കുക. ആ ട്യൂബിനകത്ത് ഇങ്ങനെ ഒരു സ്റ്റിറർ കൊടുക്കുക. സ്റ്റിറർ കൊടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക. മോട്ടർ ഓൺ ചെയ്യുക, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ആവുന്നു. പൈൻ ഓയിൽ പതയുന്നു. ആ പതയിലേക്ക് അയിര് പറ്റിപ്പിടിക്കുന്നു. അയിരിനകത്തുള്ള മെറ്റലുകളെല്ലാം പറ്റിപ്പിടിക്കുന്നു. അപദ്രവ്യങ്ങൾക്ക് ആ പതയിലോട്ട് വരാൻ പറ്റില്ല. കാരണം അപദ്രവ്യങ്ങൾക്ക് വെയിറ്റ് കൂടുതലാണ്, ഡെൻസിറ്റി കൂടുതലാണ്. ഈ രീതിയാണ് പ്ലവന പ്രക്രിയ. ഇത് ഉപയോഗിക്കുന്നത് സൾഫൈഡ് അടങ്ങുന്ന ഓറിലാണ്. ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഇത് പഠിക്കണം. അപ്പോൾ അയിരുകളുടെ സാന്ദ്രണത്തിൽ വരുന്ന രണ്ടാമത്തെ രീതിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ രീതിയിലേക്ക് വരാം. മൂന്നാമത്തെ രീതിയാണ് കാന്തിക വിഭജനം, മാഗ്നറ്റിക് സെപ്പറേഷൻ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഓറിൽ ആരൊക്കെയുണ്ട്? മെറ്റലുമുണ്ട്, അതേപോലെ ഇമ്പ്യൂരിറ്റിയുമുണ്ട്. ഇതിൽ രണ്ട്. അപ്പം മെറ്റലും ഇമ്പ്യൂരിറ്റിയും ചേർന്നതാണ് നമ്മുടെ ഓർ. ഇതിലേതെങ്കിലും ഒരാളിന്, ഒന്നുകിൽ മെറ്റലിന് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിക്ക്, ഏതെങ്കിലും ഒരാളിന് കാന്തത്തിൽ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. കാന്തിക സ്വഭാവമുണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ഏതെങ്കിലും ഒരാളിന്, രണ്ടുപേർക്കും ആവാൻ പാടില്ല. ഒന്നുകിൽ മെറ്റലിന് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിക്ക്. രണ്ടിൽ ഏതെങ്കിലും ഒരാളിന് ഒരു മാഗ്നറ്റിൽ പെട്ടെന്ന് ചെന്ന് അട്രാക്റ്റഡ് ആവാൻ പറ്റും. അങ്ങനെയാണെങ്കിലേ മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കാവും. അയിരിനെ ഇങ്ങനെ പരത്തിയിടുക, ഓക്കെ, എന്നിട്ട് മാഗ്നറ്റ് കാണിക്കുക. മാഗ്നറ്റിൽ ഒട്ടിപ്പിടിക്കാൻ കഴിയുന്നവർ ഒട്ടിപ്പിടിക്കും. അങ്ങനെ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ലാർജ് സ്കെയിലിൽ ഇത് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
ഒരു റോളറിലൂടെ ഇത് കടത്തിവിടും. കാന്തിക റോളറാണ്. ഇവിടെ അയിരിട്ട് കൊടുക്കും. അയിരിങ്ങനെ ഈ റോളർ കറങ്ങുമ്പോൾ അയിരിങ്ങനെ കറങ്ങി വരും. ഇവിടെ എത്തുമ്പോൾ കാന്തിക സ്വഭാവമില്ലാത്തവരെല്ലാം ഇവിടെ വീഴും, കാന്തിക സ്വഭാവമുള്ളവർ ഇപ്പുറത്തോട്ട് വീഴും. കാന്തത്തിൽ ഒട്ടി ബെൽറ്റിനോട് ചേർന്ന് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ കാന്തമില്ലാത്തവരെല്ലാം ആദ്യം വീഴും, കാന്തമുള്ളവരെല്ലാം രണ്ടാമത് വീഴും. കാരണം ഇങ്ങോട്ട് പിന്നെ കാന്തം ഇല്ല. ഇതിന് കാന്തമുണ്ട്, ഈ ടയറിന് കാന്തമുണ്ട്, ഈ വീലിന്. ആ വീലിന് കാന്തം ഉള്ളത് കൊണ്ടാണ് ഇവ ഇവിടം വരെ വന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെവിടെയാണ് ഉപയോഗിക്കേണ്ടത്? ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന അയിരിനകത്തെ മെറ്റലിനോ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിക്കോ ഇതിലേതെങ്കിലും ഒരാൾക്ക് മാത്രമേ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പാടുള്ളൂ. അങ്ങനെയാണെങ്കിലേ നമുക്ക് മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കാവൂ. ഉദാഹരണത്തിന് മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ Fe3O4, ഇവിടെ Fe2 എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, Fe3O4. മാഗ്നറ്റൈറ്റിൻ്റെ പ്രത്യേകത എന്താ? മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അയിരാണ്, ഇരുമ്പിൻ്റെ അയിരാണ്. അതിനകത്ത് ഇരുമ്പും ഉണ്ട്, അഴുക്കും ഉണ്ട്. ഇതിൽ ഇരുമ്പിന് കാന്തത്തിൽ ഒട്ടിച്ചേരാൻ കഴിയും, കാന്തത്തിൽ പറ്റിപ്പിടിക്കാൻ കഴിയും. അതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നറ്റൈറ്റിൽ നിന്നും ഇരുമ്പിനെ വേർതിരിക്കാൻ ഈ മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കാം. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഇതിനകത്ത് ഈ മാഗ്നറ്റൈറ്റിൻ്റെ പ്രത്യേകത, മാഗ്നറ്റൈറ്റിനകത്തിരിക്കുന്ന ഇരുമ്പിന് കാന്തത്തിൽ പറ്റിപ്പിടിക്കാൻ പറ്റും, അതിനകത്തിരിക്കുന്ന അഴുക്കിന് പറ്റിപ്പിടിക്കാൻ കഴിയില്ല. എന്നാൽ ടിൻ സ്റ്റോൺ എന്ന് പറയും. ടിന്നിൻ്റെ അയിരിൻ്റെ പേരാണ് ടിൻ സ്റ്റോൺ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, അതിൻ്റെ പേര് കാസിറ്ററൈറ്റ് എന്നാണ്. ടിന്നിൻ്റെ അയിരിൻ്റെ പേരാണ് കാസിറ്ററൈറ്റ്. കാസിറ്ററൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ടിൻ എന്ന് പറയുന്ന ഒരു മെറ്റലുണ്ട്, അതിനോടൊപ്പം അതിനകത്തൊരു അഴുക്കുണ്ട്, ആ അഴുക്ക് ഇരുമ്പാണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ കാസിറ്ററൈറ്റ് എന്ന് പറയുന്ന ടിന്നിൻ്റെ അയിരിനകത്തെ അഴുക്ക് ഇരുമ്പാണ്. അപ്പോൾ ടിന്നിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല, എന്നാൽ അഴുക്കിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തുപയോഗിക്കാം? മാഗ്നറ്റിക് സെപ്പറേഷൻ. കാരണം കാന്തത്തിൽ ഒരാളല്ലേ ഒട്ടുള്ളൂ, കാന്തത്തിൽ രണ്ടുപേര് ഒട്ടുമെങ്കിൽ നമുക്ക് കാന്തിക വിഭജനം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ എക്സാമ്പിൾസ് ആണ് എക്സാമിന് കൂടുതൽ. അപ്പോൾ ഞാൻ എക്സാം നടത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏതെല്ലാം ലെവലിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ, മാഗ്നറ്റൈറ്റിൻ്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കാവുന്ന രീതി ഏതാണ്? നമ്മൾ എന്തെഴുതണം? കാന്തിക വിഭജനം. കാസിറ്ററൈറ്റിൻ്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കാവുന്ന രീതി ഏതാണ്? ഉത്തരം എന്തെഴുതണം? മാഗ്നറ്റിക് സെപ്പറേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഇനി അയിരുകളുടെ സാന്ദ്രണത്തിൽ അപദ്രവ്യത്തിന് ഭാരം കൂടുതലാണെങ്കിൽ ഏത് രീതി ഉപയോഗിക്കും? പ്ലവന പ്രക്രിയ. ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ട്, റീസെൻ്റ് ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പൊതുവെ സയൻസ് പാടാണ്. അപ്പം നമുക്ക് ഇതെന്തൊന്നു പോലും അറിയില്ല. സ്കൂൾ ക്ലാസ്സിൽ പണ്ട് മടക്കി വെച്ച പുസ്തകമാണ്, അന്നും പഠിച്ചില്ല ഇന്നും പഠിച്ചില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പം നമുക്കിത് ഒരാൾ പറഞ്ഞു തരണ്ടേ അല്ലേ? അതാണ്. അപ്പോൾ ഈ സയൻസ് ക്ലാസ്സിലെ പ്രത്യേകത, സയൻസ് ടീച്ചർ +2 വരെ ക്ലാസ് എടുക്കാൻ ക്വാളിഫൈഡ് ആയ ഒരു ടീച്ചർ നമുക്ക് ക്ലാസ് പറഞ്ഞു തരുന്നു. ആ സാറിന് +2ൻ്റെ ക്ലാസ്സും എടുക്കുന്നുണ്ട്, പാരലലി PSC എടുക്കുന്നുണ്ട്, PSCയുടെ പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ക്ലാസ് തന്നെ കാണുന്നു. സയൻസ് കാണാൻ, മാത്സ് കാണാൻ നമ്മൾ ഈ ക്ലാസ്സിന് ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ നമ്മുടെ ഒന്നാമത്തെ ഘട്ടമാണ് കോൺസെൻട്രേഷൻ, അയിരുകളുടെ സാന്ദ്രീകരണം. അയിരുകളുടെ സാന്ദ്രീകരണത്തിലെ 4ാമത്തെ രീതി അതാണ് ലീച്ചിങ്. ഈ ലീച്ചിങ്ങിൽ ചെയ്യുന്നത് അയിരിനെ ഏതെങ്കിലും ഒരു രാസപദാർത്ഥവുമായി ചേർക്കും. അതെന്തിനാണ് ഈ രാസപദാർത്ഥവുമായി ചേർക്കുന്നത്? മാലിന്യങ്ങൾ അയിരിൽ നിന്ന് വിട്ടുവരുന്നില്ല, നല്ല ബോണ്ട് ചെയ്തിരിക്കുകയാണ്. അയിരിനകത്ത് അപദ്രവ്യങ്ങൾ നല്ലപോലെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടോ അവരെന്ത് ചെയ്യുന്നില്ല, അവർ പെട്ടെന്ന് വരുന്നില്ല. സാധാരണ രീതികൾ, വെള്ളത്തിൽ കഴുകുക, പൈനോയിൽ പതച്ചെടുക്കുക, കാന്തം ഉപയോഗിച്ച് മാറ്റാൻ കഴിയുക, ഇതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ രാസപദാർത്ഥങ്ങൾ ചേർത്ത് അതിനകത്തിരിക്കുന്ന അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യും, മാലിന്യങ്ങളെ നീക്കം ചെയ്യും. ആ രീതിയെ വിളിക്കുന്ന പേരാണ് ലീച്ചിങ്. ക്ലിയർ ആണ്? ലീച്ചിങ് എന്താണെന്ന് പറഞ്ഞു. എവിടെയാണ് ലീച്ചിങ് ഉപയോഗിക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനം. ലീച്ചിങ് ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്നത് ബോക്സൈറ്റിലാണ്. ബോക്സൈറ്റ് ആരാ? അലൂമിനിയത്തിൻ്റെ അയിര്. ബോക്സൈറ്റിനെ ലീച്ചിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇവനെ നമ്മൾ കോസ്റ്റിക് സോഡ എന്ന് വിളിക്കും. കോസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത്
എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ച് അലൂമിനിയത്തിൻ്റെ അയിരിനെ നമ്മൾ ലീച്ചിങ് ചെയ്യും. സ്വർണം അതേപോലെ വെള്ളി ഇതൊക്കെ അത്യാവശ്യം മണ്ണിനകത്ത് മാലിന്യങ്ങൾ ഇല്ലാതെ കാണപ്പെടുന്ന വസ്തുക്കളാണ്. സ്വതന്ത്രാവസ്ഥയിൽ മറ്റുള്ള വസ്തുക്കളുമായി ചേരാതെ റിയാക്ടിവിറ്റി കുറവാണ്. സ്വർണത്തിനും വെള്ളിക്കും പ്ലാറ്റിനത്തിനും ഒക്കെ റിയാക്ടിവിറ്റി കുറവാണ്. സ്വർണവും വെള്ളിയും ലീച്ചിങ് ചെയ്യാറുണ്ട്. സ്വർണത്തിനകത്തും വെള്ളിക്കകത്തും ഇരിക്കുന്ന അഴുക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മാറ്റാൻ വേണ്ടി ഒന്നുകിൽ സോഡിയം സയനൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം സയനൈഡ് ചേർത്ത് നമ്മൾ ലീച്ചിങ് നടത്താറുണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ, വായുവിൻ്റെ സാന്നിധ്യത്തിൽ. ഇപ്പം 2 എക്സാമ്പിൾ നമ്മൾ പഠിച്ചു കേട്ടോ. അപ്പം സയനൈഡ് മെത്തേഡ് എന്താണെന്ന്, അത് നമ്മുടെ സ്വർണത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയാണ് സയനൈഡ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലീച്ചിങ് എന്താണ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് ലോഹ നിഷ്കർഷണം നടത്താൻ പ്രധാനമായും 3 ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ, അയിരുകളുടെ സാന്ദ്രീകരണം. അതിൽ 4 രീതികൾ ഉപയോഗിക്കാറുണ്ട്. അയിരുകളുടെ സാന്ദ്രീകരണത്തിലാണ് നമ്മൾ ആ അയിരിനകത്തിരിക്കുന്ന പ്രധാനപ്പെട്ട മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യുന്നത്. ഒരു അയിരിനകത്തിരിക്കുന്ന ലോഹത്തിൻ്റെയും അപദ്രവ്യങ്ങളുടെയും സ്വഭാവം അനുസരിച്ച് 4 രീതികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. 1 ജലപ്രവാഹത്തിൽ കഴുകുക, 2 പ്ലവന പ്രക്രിയ നടത്തുക, 3 കാന്തിക വിഭജനം, 4 ലീച്ച്. ഇനി നമ്മൾ ലോഹ നിഷ്കർഷണത്തിലെ 2ാം ഘട്ടത്തിലേക്ക് പോകുന്നു. 2ാം ഘട്ടം എന്താണെന്ന് പഠിക്കാം. ഇതിനിടയിൽ ഒരല്പം മോട്ടിവേഷൻ നിങ്ങൾക്ക് തന്നോട്ടെ. അതായത് നമ്മളെല്ലാവരും നന്നായി പഠിക്കാറുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ ഒരു ക്ലാസ് കിട്ടാൻ ഒരു ക്ലാസ് വേണമെന്നില്ല. നമുക്ക് ഏതെങ്കിലും റാങ്ക് ഫയൽ നോക്കി പഠിച്ചാലും ചട്ടമ്പി സ്വാമികളെ നമുക്ക് പഠിക്കാൻ പറ്റും. കേരള ചരിത്രം, ഇന്ത്യൻ ചരിത്രമൊക്കെ നമുക്ക് അങ്ങനെ പഠിക്കാൻ കഴിയും. എന്നിട്ട് നമ്മൾ ക്ലാസ്സുകൾ കാണുന്നത് നമ്മൾ പഠിക്കുന്നതിൻ്റെ പഠനത്തിൻ്റെ ഭാരം കുറയാനാണ്, എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഒരു എക്സ്പേർട്ട് നമുക്കത് പറഞ്ഞു തരുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ. PSC പരീക്ഷകളിൽ നമുക്ക് PSC പരീക്ഷ കിട്ടാത്തതിൻ്റെ കാരണം 1, എല്ലാ വിഷയങ്ങളും ഈക്വലായിട്ട് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. ചില വിഷയങ്ങളോട് നമുക്ക് പ്രണയം കൂടുതലാണ്, ആ വിഷയങ്ങൾ കൂടുതലായി നമ്മൾ പഠിക്കും. എന്നാൽ ചില വിഷയങ്ങൾ സ്കൂൾ ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചു വരുന്നതാണ്. ചില വിഷയങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. ചില കുട്ടികൾ സയൻസ് മാത്രമേ പഠിക്കൂ, അവർക്ക് ജോലി കിട്ടൂല. ചില കുട്ടികൾ മാത്സ് മാത്രമേ പഠിക്കൂ, അവർക്കും ജോലി കിട്ടൂല. ചില കുട്ടികൾ മാത്സും സയൻസും നന്നായിട്ട് പഠിക്കും, GK ഭയങ്കര പാടായിരിക്കും, ജോലി കിട്ടത്തില്ല. എന്നാൽ എല്ലാം ഈക്വലായി പഠിക്കുന്ന ആരാണോ അയാൾക്ക് ജോലി കിട്ടും. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ റാങ്ക് വാങ്ങി എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. പക്ഷേ നമ്മളിവിടെ നമ്മൾ PSC പഠിക്കാൻ ഇറങ്ങുന്ന ഒരാൾ ഒരു 6 മാസം 1 വർഷമൊക്കെ പഠിച്ച് കഴിയുന്ന ഒരാളിന് മനസ്സിലാവും അയാളുടെ സയൻസ് ബോറാണ്, ഭയങ്കര ബോറാണ്. 99% ആൾക്കാരുടെ സയൻസ് ഭയങ്കര മോശമാണ്. സയൻസ് ഐച്ഛിക വിഷയമായി സയൻസ് പഠിച്ചവരിൽ പോലും PSCയുടെ സയൻസ് അവരെങ്ങനെ പഠിക്കണമെന്ന് പഠിച്ചിട്ടില്ല. 2019 ഞാൻ 6 വർഷമായി യൂട്യൂബിൽ ക്ലാസ് ഇടാൻ തുടങ്ങിയിട്ട്. 2019 ക്ലാസ്സുകൾ, സയൻസിൻ്റെ ക്ലാസ്സുകൾ എടുത്ത് നോക്കുക. ഓരോ ക്ലാസ്സുകളും 1 ലക്ഷം വ്യൂസ് കഴിഞ്ഞു, 2 ലക്ഷം വ്യൂസ് കഴിഞ്ഞ എന്ത് ക്ലാസ് ഇട്ടാലും 1 ലക്ഷം വ്യൂ, 50,000 K വ്യൂ ഒക്കെ നിർബന്ധമായിട്ട് വരും. അപ്പോൾ അത്രയും വ്യൂസ് വന്നുകൊണ്ടിരുന്ന ഒരു ക്ലാസ് കൺസിസ്റ്റൻ്റായി കുറച്ച് ക്ലാസ്, എനിക്ക് ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അങ്ങനെ ക്ലാസ് ഇട്ടില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആൾക്കാർ മറന്നുപോയി. സയൻസിന് യൂട്യൂബിനകത്ത് ഏറ്റവും എന്താ പറയുക, വേരറിഞ്ഞ ടോപ്പിക് എടുത്ത് കീറി മുറിച്ച് ക്ലാസ് തരുന്നത്. അതിനകത്തൊരു എനിക്ക് വിഷമമുണ്ടായിരുന്ന കാര്യം, ഈ ക്ലാസ്സുകൾ പലരും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പല ആൾക്കാരും ഈ ക്ലാസ്സിനെ എന്താ പറയുക റെഫറൻസ് ആയിട്ട് കൊണ്ടുപോയി, ഞാൻ ഓഫ്ലൈൻ പഠിപ്പിക്കാൻ പോകുന്ന സ്ഥാപനങ്ങളിൽ പോലും ഈ ക്ലാസ് കൊണ്ടുപോയി പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായപ്പോഴാണ് ഞാൻ ആ ക്ലാസ് ഇടുന്ന പരിപാടി നിർത്തിയത്. അപ്പം ഞാൻ എന്നിട്ടും ഇപ്പം നമുക്ക് വ്യൂസ് കുറവായത് കൊണ്ടാണ് വീണ്ടും ടോപ്പിക്ക് തന്നെ സയൻസിൻ്റെ ക്ലാസ് തരണം എന്ന് വിചാരിച്ച് ഞാൻ ക്ലാസ് തരുന്നത്. ഇപ്പം ഒരു പടച്ചവൻ്റെ ഒരു വലിയ അനുഗ്രഹം കൊണ്ട് പതുക്കെ വ്യൂസൊക്കെ കയറി വരുന്നുണ്ട്. എങ്കിലും പഴയതുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയില്ല. പഴയ കുട്ടികളിൽ സബ്സ്ക്രൈബേഴ്സിൽ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ജോലി വാങ്ങിപ്പോയിട്ടുണ്ട്, ചില ആൾക്കാർ പഠിത്തം നിർത്തി പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം അഭ്യർത്ഥിക്കാനുള്ളത്, എല്ലാ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നമ്മൾ സയൻസിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിരിക്കും. അങ്ങനെ നമ്മൾ പ്രഖ്യാപിച്ചതിന് ശേഷം വൈറ്റമിൻ 1 ഇട്ടു, വൈറ്റമിൻ 2 ഇട്ടു. ഇതിലൂടെ വൈറ്റമിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആയി. വൈറ്റമിൻ്റെ എക്സാം ഇട്ടു. വൈറ്റമിൻ്റെ എക്സാമിന് 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും, എല്ലാ മോഡൽ ക്വസ്റ്റ്യനും, എല്ലാ പ്രോബബിൾ ക്വസ്റ്റ്യനും, ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യനും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചു.
അടുത്ത കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ മിനറൽസ് ആൻഡ് ഓർസിൻ്റെ ക്ലാസ് ഇട്ടു. അത് 1K പോലും ആയിട്ടില്ല, ആവുമായിരിക്കും. ഇനി അതിൻ്റെ തുടർച്ച എന്നോണം ഇന്ന് നമ്മൾ മെറ്റലർജിയുടെ ക്ലാസ് എടുക്കുകയാണ്. ലോഹ നിഷ്കർഷണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലാസ്സുകളെല്ലാം തന്നെ ഇതിനകത്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അതുപോലെ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സയൻസ് ക്ലാസ് 2026 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പോയാൽ ഈ ക്ലാസ്സുകളെല്ലാം നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് കാണാം. നോട്ടും അതിനകത്തുനിന്ന് എഴുതിയെടുക്കുകയും ചെയ്യാം. ടെലഗ്രാമിൽ വന്നാൽ നമുക്ക് നോട്ട് വേണമെങ്കിൽ തരാനുള്ള സംവിധാനം ചെയ്യാം. അടുത്തത് രണ്ടാമത്തെ ഘട്ടം, ലോഹ നിഷ്കർഷണത്തിലെ രണ്ടാമത്തെ ഘട്ടമാണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. അപ്പം സാന്ദ്രണം കഴിഞ്ഞു. സാന്ദ്രണം കഴിഞ്ഞ ഉൽപ്പന്നത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാന്ദ്രീകരിച്ച അയിര് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ഓറ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ കോൺസെൻട്രേറ്റഡ് ഓറിനെ, നമ്മളിരിക്കുന്ന ആ ഓറിനകത്തിരിക്കുന്ന മെറ്റൽ ഏത് ടൈപ്പ് മെറ്റലാണെന്ന് നോക്കണം. ഇതിനകത്ത് വരുന്ന മെറ്റലാണോ? ഇതിനകത്ത് വരുന്ന മെറ്റലാണെങ്കിൽ അവർ ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. ഇതിനകത്ത് വരുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഒരു മിതമായ റിയാക്ടിവിറ്റി ഉള്ളവരായിരിക്കും. ഇതിനകത്ത് വരുന്നവരാണെങ്കിൽ റിയാക്ടിവിറ്റി തീരെ കുറഞ്ഞവരായിരിക്കും. റിയാക്ടിവിറ്റി സീരീസാണ് ഈ തന്നിരിക്കുന്നത്. നമ്മൾക്ക് ഏത് മെറ്റലിനെയാണോ വേർതിരിക്കേണ്ടത്, അയിരിൽ നിന്ന് വേർതിരിക്കേണ്ടത്, അവൻ്റെ ഈ ലിസ്റ്റിൽ നോക്കി അവൻ്റെ പൊസിഷൻ മനസ്സിലാക്കണം. അവൻ ഹൈലി റിയാക്റ്റീവ് ആണോ, അവൻ ലെസ് റിയാക്റ്റീവ് ആണോ, അവൻ മോഡറേറ്റ് റിയാക്റ്റീവ് ആണോ എന്ന് നോക്കണം. എന്നിട്ട് വേണം ഇനി അങ്ങോട്ട് പോവാൻ, രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാൻ. രണ്ടാമത്തെ ഘട്ടത്തിലാണ് മെറ്റലുകളുടെ എക്സ്ട്രാക്ഷൻ നടത്താൻ വേണ്ടി പോകുന്നത്. ഇവിടെ 2 രീതികളുണ്ട്. ഒന്നാമത്തെ രീതി, ഇപ്പം മെർക്കുറി ഉണ്ടല്ലോ, മെർക്കുറി റിയാക്ടിവിറ്റി കുറഞ്ഞ സാധനമാണ്. മെർക്കുറിയുടെ അയിരുകളെ നിയന്ത്രിതമായ രീതിയിൽ ചൂടാക്കി, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് അതിനകത്തിരിക്കുന്ന മെർക്കുറിയെ വേർതിരിക്കാൻ കഴിയും. എന്നാൽ ഒരു മീഡിയം ലെവൽ റിയാക്ടിവിറ്റി ഉള്ള സിങ്ക്, അയൺ, ടിന്ന്, ലെഡ്, ഇത് പൊതുവെ ഇവരുടെ എല്ലാം അയിരുകൾ ഒന്നുകിൽ ഓക്സൈഡ് അല്ലെങ്കിൽ സൾഫൈഡ് അല്ലെങ്കിൽ കാർബണേറ്റ് രൂപത്തിലാണ് ഇവർ കാണപ്പെടുന്നത്. സിങ്ക് കാർബണേറ്റ്, സിങ്ക് സൾഫൈഡ്, സിങ്ക് ഓക്സൈഡ്, ഇങ്ങനെയുള്ള രൂപത്തിലാണ് ഇവർ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിനകത്ത്, ലോഹ നിഷ്കർഷണത്തിലെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് അയിരുകളുടെ ആ ഫോർമുല എന്താണെന്ന് നോക്കണം. സിങ്ക് ഉള്ളൊരു മെറ്റലാണ്. സിങ്ക് കാർബണേറ്റ് ആണോ, അവൻ സിങ്ക് ഹൈഡ്രോക്സൈഡ് ആണോ, അവൻ സിങ്ക് സൾഫൈഡ് ആണോ, അല്ലെങ്കിൽ അവൻ സിങ്ക് ഫോസ്ഫൈഡ് ആണോ, ഇത് ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതിനനുസരിച്ചാണ് നമ്മൾ രീതി തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഇത് ഏത് രൂപത്തിലുള്ളവരാണെങ്കിലും അവരെ ആദ്യം ഓക്സൈഡാക്കി മാറ്റണം. എന്നിട്ട് രണ്ടാമത് ആ ഓക്സൈഡിൽ നിന്നും ഓക്സിജനെ മാറ്റണം. ഇപ്പം ഉദാഹരണത്തിന് സിങ്ക് കാർബണേറ്റ് ആണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് വന്നിട്ടുള്ളത്. അവനെ ആദ്യം സിങ്ക് ഓക്സൈഡ് ആക്കണം. എന്നിട്ട് രണ്ടാമത്തത് സിങ്ക് ഓക്സൈഡിൽ നിന്ന് ആ ഓക്സിജനെ കളഞ്ഞ് അതിനെ സിങ്കിനെടുക്കണം. ഈ 2 സ്റ്റെപ്പ് നമ്മൾ ചെയ്യണം. പറഞ്ഞ മനസ്സിലായി. ഇപ്പോൾ ലെഡ് സൾഫൈഡ് കിട്ടി. ലെഡ് സൾഫൈഡ് ആണ് കിട്ടുകയാണെങ്കിൽ ആദ്യം അതിനെ ലെഡ് ഓക്സൈഡ് ആക്കണം. 1. 2, അതിനകത്തിരിക്കുന്ന ഓക്സിജനെ കളഞ്ഞിട്ട് ലെഡ് എടുക്കണം. ഈ 2 സ്റ്റെപ്പ് നടത്തണം. ഈ 2 സ്റ്റെപ്പ് നടത്തണമെങ്കിൽ ചെറിയൊരു കാര്യം കൂടെ നമ്മൾ പഠിക്കാനുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന അയിര് കാർബണേറ്റ് രൂപത്തിലുള്ളതാണോ, സിങ്ക് കാർബണേറ്റ് ആണോ, അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ആണോ, അല്ലെങ്കിൽ ലെഡ് കാർബണേറ്റ് ആണോ, ഏതെങ്കിലും കാർബണേറ്റ് ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈഡ്രോക്സൈഡ് ആണോ, സിങ്ക് ഹൈഡ്രോക്സൈഡ് ആണോ, ഏതെങ്കിലും ഹൈഡ്രോക്സൈഡോ കാർബണേറ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ അവരെ നമ്മൾ കാൽസിനേഷൻ ചെയ്യും. നമ്മുടെ കയ്യിലിരിക്കുന്ന അയിരിൻ്റെ പേര് നോക്കണം. കാർബണേറ്റോ ഹൈഡ്രോക്സൈഡോ ആണെങ്കിൽ എന്ത് ചെയ്യണം? കാൽസിനേഷൻ ചെയ്യണം. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് വായു ഇല്ലാതെ, അല്ലെങ്കിൽ കുറച്ച് വായു കൊടുത്തുകൊണ്ട്, വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അവൻ ഉരുകുന്നൊരു പോയിന്റ് ഉണ്ട്. അതിനകത്തിരിക്കുന്ന മെറ്റൽ ഉരുകുന്ന പോയിന്റ്, അതാണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അത്രയും ടെമ്പറേച്ചർ കൊടുക്കല്, അതിൻ്റെ താഴത്തെ ടെമ്പറേച്ചർ കൊടുത്തിട്ട് അവനെ നമ്മൾ ചൂടാക്കും. അതിനെ വിളിക്കുന്ന പേരാണ് കാൽസിനേഷൻ. കാൽസിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, നമ്മുടെ കയ്യിലിരിക്കുന്ന അയിരിനെ ഓക്സിജൻ ഇല്ലാതെ ചൂടാക്കണം. ചൂടാക്കുമ്പോൾ തീ കോയങ്ങിടരുത്. മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ഓരോ മെറ്റലിനും ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ആ മെൽറ്റിംഗ് പോയിന്റിന്റെ താഴത്തെ ടെമ്പറേച്ചറേ കൊടുക്കാവൂ.
അപ്പോൾ അവ എന്തായി മാറും? അവ ഓക്സൈഡായി മാറും. ഫോർ എക്സാമ്പിൾ സിങ്ക് കാർബണേറ്റ്. അപ്പോൾ സിങ്കിന് ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ആ മെൽറ്റിംഗ് പോയിന്റിന്റെ താഴെയുള്ള ടെമ്പറേച്ചർ കൊടുത്താൽ സിങ്ക് കാർബണേറ്റ് സിങ്ക് ഓക്സൈഡ് ആവും. കാര്യം പിടികിട്ടിയോ? അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് എന്താവും? കാൽഷ്യം ഓക്സൈഡ് ആവും. ഇതുപോലെ ഏത് കാർബണേറ്റുകളും അതിൻ്റെ ഓക്സൈഡായി മാറും. കാൽസിനേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന അയിര് കാർബണേറ്റോ അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് വിഭാഗക്കാരനായിരിക്കണം. സിങ്ക് ഹൈഡ്രോക്സൈഡ് കാൽസിനേഷൻ, ലെഡ് ഹൈഡ്രോക്സൈഡ് കാൽസിനേഷൻ. പറഞ്ഞു മനസ്സിലായോ? അതേപോലെ കാൽഷ്യം കാർബണേറ്റ് ആണെങ്കിലും സിങ്ക് കാർബണേറ്റോ ഹൈഡ്രോക്സൈഡോ ആണെങ്കിൽ കാൽസിനേഷൻ ചെയ്യണം. ഇനി ഒരു അയിരിനകത്ത് സൾഫർ ഉണ്ട്, റോസ്റ്റിംഗ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് സിങ്ക് സൾഫൈഡ് റോസ്റ്റിംഗ് ചെയ്തേ പറ്റൂ. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചിക്കൻ റോസ്റ്റ്. എയർ കൊടുത്ത് ചൂടാക്കണം, ഓക്സിജൻ കൊടുത്ത് ചൂടാക്കണം. നേരത്തെ ഓക്സിജൻ ഇല്ലാതെ ചൂടാക്കി, ഇവിടെ ഓക്സിജൻ കൊടുത്ത് ചൂടാക്കണം. ഓക്സിജൻ ഇല്ലാതെ ചൂടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതായത് വളരെ ദ്രവണാങ്കത്തെക്കാൾ താഴ്ന്ന താപനിലയിലാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ അതെല്ലാം കൂടെ കരിഞ്ഞു പോകും. ഓരോ വസ്തുവിനും ഒരു ദ്രവണാങ്കമുണ്ട്, അതിനേക്കാൾ താഴ്ന്ന ടെമ്പറേച്ചർ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, എങ്കിലേ റോസ്റ്റിംഗ് നടക്കുള്ളൂ. എയറിന്റെ പ്രസൻസിലാണ് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സിങ്ക് സൾഫൈഡ് എന്തായി മാറും? സിങ്ക് ഓക്സൈഡായി മാറും. സിങ്ക് സൾഫൈഡ് സിങ്ക് ഓക്സൈഡായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എല്ലാം ഇവിടെ വേറെ ഒന്നുമില്ല, ഇത് ഇങ്ങനെയാണ്. അതുപോലെ ഓക്കെ, സാന്ദ്രീകരിച്ച അയിരിനെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ അവയിലെ ജലാംശം ബാഷ്പമായി പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഇത് ഓക്സൈഡ് രൂപത്തിലായി മാറുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കാൽസിനേഷനും റോസ്റ്റിംഗും കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന അയിര് ഓക്സൈഡ് രൂപത്തിലാവും, അല്ലേ? ഇങ്ങനെ ഓക്സൈഡ് രൂപത്തിലാവും. ഈ ഓക്സൈഡ് രൂപത്തിൽ ആകുന്ന ആൾക്കാരെ നമ്മൾ ഇനി ഇതിനകത്തുള്ള ഓക്സിജനെ കളയണം. ഓക്സിജനെ കളയാൻ നിരോക്സീകരണം നടത്തണം. എന്താണ് നിരോക്സീകരണം? ഓക്സിജനെ കളയുന്ന പരിപാടിയാണ് നിരോക്സീകരണം എന്ന് പറയുക. അപ്പോൾ കാൽസിനേഷനിലൂടെയും റോസ്റ്റിങ്ങിലൂടെയും നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അയിരിനെ നമ്മൾ ഓക്സൈഡാക്കി മാറ്റിക്കഴിഞ്ഞു. ആ ഓക്സൈഡിനെ അകത്ത് നിന്നും ഓക്സിജനെ നമുക്കെടുത്ത് കളയണം. ഓക്സിജന് വേണ്ട. ഓക്സിജൻ കളയണമെങ്കിൽ ഓക്സിജനെ എടുക്കാനുള്ള ഏജന്റിനെ കൊടുക്കണം. സിങ്ക് ഓക്സൈഡിനകത്തുനിന്ന് ഓക്സിജനെ എടുക്കാൻ പറ്റുന്നവനാണ് കാർബൺ, കോക്ക് എന്ന് പറയും. അപ്പോൾ ഇത് നല്ലൊരു ഓക്സിജൻ എടുക്കുന്ന ആളാണ്. ഓക്സിജൻ എടുക്കുന്ന ആളിനെ നിരോക്സീകാരി എന്ന് പറയും. എന്ത് പറയും? നിരോക്സീകാരി. അപ്പോൾ ഓക്സിജൻ എടുക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരെന്താണ്? നിരോക്സീകാരി. കാർബണിന്റെ ഒരു രൂപമാണ് കോക്ക്. കോക്ക് സിങ്ക് ഓക്സൈഡിൽ കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? അതിനകത്തുനിന്ന് ഓക്സിജനെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് സിങ്ക് കിട്ടും, നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് കിട്ടേണ്ട പരിപാടി കിട്ടിക്കഴിഞ്ഞു. നമുക്ക് അയിരിനകത്തുനിന്ന് മെറ്റൽ കിട്ടി. കണ്ട, ഇതാണ് പരിപാടി. ഇതേപോലെ നമുക്ക് ഇരുമ്പ്, സിങ്ക്, ടിൻ, ഇവരെല്ലാം റിയാക്ടിവിറ്റി സീരീസിൽ നടുക്ക് വരുന്നവരാണ്. എന്ന് പറഞ്ഞാൽ മിതമായ ക്രിയാശീലതയുള്ള ലോഹങ്ങളാണ്. അപ്പം അതിൽ നിന്നും ഓക്സിജൻ നീക്കം ചെയ്യാൻ കോക്ക് മതി. എന്നാൽ എല്ലായിടത്തും കോക്ക് ഉപയോഗിക്കാൻ പറ്റൂല. മിതമായ റിയാക്ടിവിറ്റി ഉള്ളവരിലാണ് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുന്നത്. എന്നാൽ ഭയങ്കര റിയാക്ടിവിറ്റി ഉള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, ഇതിലൊന്നും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെയൊക്കെ നമുക്ക് ഇപ്പോൾ മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി, ഇതിനകത്ത് ഓക്സിജനെ കളയണം. കാർബൺ ഉപയോഗിച്ചാൽ പറ്റില്ല. അവിടെ നമ്മൾ കറണ്ട് ഉപയോഗിക്കും, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കും. ഇതെല്ലാം ചോദ്യമാണ്. വൈദ്യുത വിശ്ലേഷണം വഴിയാണ് ഇത്തരം ലോഹങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ക്രിയാശീലത കൂടിയ ലോഹങ്ങളാണ്. അവരുടെ ഓക്സൈഡിൽ നിന്നും ഓക്സിജനെ നീക്കം ചെയ്യാൻ നമ്മൾ എന്തുപയോഗിക്കണം? ഇലക്ട്രിസിറ്റി ഉപയോഗിക്കണം. അപ്പോൾ ഇലക്ട്രിസിറ്റിയാണ് അവിടെ എന്തോന്ന്? നിരോക്സീകാരി. ക്ലിയർ ആണേ? നമുക്ക് കാര്യം മനസ്സിലായി. ഇനി നമുക്ക് ലോഹ നിഷ്കർഷണത്തിലെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ഘട്ടത്തിൻ്റെ പേരെന്താണ്? മെറ്റലിൻ്റെ റിഫൈനിങ്, ലോഹത്തിൻ്റെ ശുദ്ധീകരണം. ലോഹ ശുദ്ധീകരണത്തിലെ അതായത് ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സ്. ഇതും കൂടെ കഴിയുമ്പോൾ ശുദ്ധമായ ലോഹം നമ്മുടെ കയ്യിൽ കിട്ടും. അയിരുകളിൽ നിന്ന് അഴുക്കെല്ലാം പോയിട്ട് ഏറ്റവും പരിശുദ്ധമായ മെറ്റൽ നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, ഇനി അപ്പം ഇപ്പോഴും നമ്മൾ 2 സ്റ്റെപ്പ് നടന്നല്ലേ? അയിരുകളുടെ സാന്ദ്രണം കഴിഞ്ഞു, പിന്നെ എന്ത് കഴിഞ്ഞു? സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിച്ചു. ഓക്കെ, ലോഹത്തെ വേർതിരിച്ചു. മൂന്നാമത്തതാണ് ശുദ്ധീകരണം.
ഈ 2 സ്റ്റെപ്പിലൂടെ തന്നെ ഏകദേശം അഴുക്കെല്ലാം പോയിട്ടുണ്ട്. എന്നാലും ഇനി എവിടെയെങ്കിലുമൊക്കെ കുറച്ച് അപദ്രവ്യങ്ങളുണ്ടെങ്കിലോ അതൊക്കെ ഒന്ന് നീക്കം ചെയ്യാനാണ് ഈ ഒരു ലോഹ ശുദ്ധീകരണം നടത്തുന്നത്. ശുദ്ധീകരിക്കേണ്ട ലോഹത്തെ നന്നായിട്ട് പഠിക്കണം. അതിനകത്തിരിക്കുന്ന അഴുക്കിനെയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം, അവരുടെ സ്വഭാവങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഈ ലോഹ ശുദ്ധീകരണം നടത്താൻ. ഇല്ലെങ്കിൽ നമുക്ക് ശുദ്ധമായ ലോഹം കിട്ടൂല. ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ കയ്യിലിരിക്കുന്നത് ടിന്നും ലെഡുമാണ്. ടിന്നിൻ്റെ ലെഡിൻ്റെ പ്രത്യേകത എന്താ? ചെറിയൊരു ചൂട് കൊടുത്താൽ മതി, പെട്ടെന്ന് ഉരുകും. താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹമാണ്. വളരെ ചെറിയ മെൽറ്റിംഗ് പോയിൻ്റുള്ള ലോഹങ്ങളാണ് ടിന്നും ലെഡും. അവരെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഉരുക്കി വേർതിരിക്കണം. ഉരുക്കിയിട്ട് ഒരു ചരിഞ്ഞ പ്രതലത്തിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇവർ പെട്ടെന്ന് ഇങ്ങനെ ഉരുണ്ട് താഴോട്ട് വരും. കണ്ടോ? ഈ അതിനകത്തിരിക്കുന്ന അഴുക്കുണ്ടെങ്കിൽ ആ അഴുക്കിന് ഇത്രയും പെട്ടെന്ന് വേഗത്തിൽ താഴോട്ട് വരാൻ പറ്റൂല. സിമ്പിൾ ടെക്നിക്കാണ്. ഇതാണ് ഉരുക്കി വേർതിരിക്കൽ, ലിക്വേഷൻ എന്ന് പറയും. ദ്രവണാങ്കം കുറഞ്ഞ ലോഹത്തോടൊപ്പം അതിനേക്കാൾ ഉയർന്ന ദ്രവണാങ്കമുള്ള അപദ്രവ്യങ്ങൾ കലർന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇതിനെ ചൂടാക്കിയിട്ട് ഫർണസിലൂടെ ചരിച്ച് വിട്ടുകൊടുത്താൽ മതി. അപ്പോൾ ഈ ടിന്നും ലെഡും ഒക്കെ ഉരുണ്ട് പെട്ടെന്ന് താഴെ വരും. നമ്മളൊരു ബീക്കർ വെച്ച് കളക്ട് ചെയ്യുക. അപദ്രവ്യങ്ങൾക്ക് ഇമ്പ്യൂരിറ്റിക്ക് പെട്ടെന്ന് വരാൻ പറ്റൂല. അതുകൊണ്ട് ആ ബീക്കറിനകത്ത് പ്യുവറായിട്ടുള്ള മെറ്റൽ മാത്രം കിട്ടും. ഇതേപോലെ അപ്പം ടിന്നും ലെഡും റിഫൈനിങ് ചെയ്യാൻ ഈ രീതി ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിൽ കാഡ്മിയം മെർക്കുറി സിങ്ക് കണ്ടോ? സിങ്ക്, കാഡ്മിയം, മെർക്കുറി, ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? തിളനില, ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ലോഹങ്ങളാണ്. ബോയിലിംഗ് പോയിന്റ് കുറയുമ്പോൾ എന്താ പ്രത്യേകത? ചെറിയ ഒരു ടെമ്പറേച്ചർ കൊടുത്താൽ നീരാവിയാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു ബീക്കറിനകത്ത് എടുക്കുന്നു, ചെറിയൊരു ടെമ്പറേച്ചർ കൊടുക്കുന്നു. അതിനകത്തിരിക്കുന്ന കാഡ്മിയവും മെർക്കുറിയും ഒക്കെ കരിഞ്ഞു പോകുന്ന ടെമ്പറേച്ചർ കൊടുക്കരുത്. ചെറിയ ടെമ്പറേച്ചർ കൊടുക്കുന്നു. അപ്പോഴും തന്നെ അവർ നീരാവിയാവുന്നു. ഈ ട്യൂബിലൂടെ വെളിയിലേക്ക് വരുന്നു, ഈ ഡെലിവറി ട്യൂബിലൂടെ പുറത്തേക്ക് വരുന്നു. ഇവിടെ ഒരു കണ്ടൻസർ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ആ മെറ്റൽ തണുക്കുന്നു. ഇവിടെ നമ്മൾ കളക്ട് ചെയ്യുന്നു. അടിപൊളി. അപ്പോൾ ഇമ്പ്യൂരിറ്റിക്ക് വരാൻ പറ്റൂല. ഇമ്പ്യൂരിറ്റിക്ക് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. അപ്പം തിളച്ച് നീരാവിയായി വരൂല. അപ്പോൾ അതിനകത്ത് തന്നെ ഇരിക്കും. മെറ്റൽ മാത്രം വരും. മെറ്റൽ എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരാൻ കാരണം? മെറ്റലിൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറവാണ്. അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ അത് ഉപയോഗിക്കുന്നത്, ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ്? കാഡ്മിയം, സിങ്ക്, മെർക്കുറി. അതേപോലെ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു രീതിയാണ് റിഫൈനിങ് ചെയ്യാൻ ഏറ്റവും നല്ല രീതിയാണ് ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് റിഫൈൻ ചെയ്യാം. റിഫൈനിങ്ങിലെ ഏറ്റവും നല്ലൊരു രീതിയാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ഇതിനകത്ത് ആരെയാണോ നമുക്ക് ശുദ്ധീകരിക്കേണ്ടത് അവനെ നമ്മൾ ആനോഡായിട്ട് എടുക്കണം. ആനോഡ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ പോസിറ്റീവിൽ കണക്ട് ചെയ്യണം. ഇവിടെ കണ്ടോ? എന്നിട്ട് ആരെയാണോ നമുക്ക് ശുദ്ധീകരിക്കേണ്ടത് അതിൻ്റെ ശുദ്ധമായ ഒരു മെറ്റലിനെ ബാറ്ററിയുടെ നെഗറ്റീവിൽ കണക്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഒരു സൊല്യൂഷൻ എടുത്ത് ഇതിനകത്ത് ഈ ബീക്കറിനകത്ത് ഒഴിച്ചിട്ട് കറണ്ട് കടത്തി വിട്ടാൽ മതി. കാര്യം പിടി കിട്ടിയോ? ബാറ്ററിക്ക് ഒരു പോസിറ്റീവ് ഉണ്ട്, ബാറ്ററിക്ക് നെഗറ്റീവ് ഉണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് ശുദ്ധീകരിക്കേണ്ട ലോഹം എടുക്കണം. ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് ശുദ്ധീകരിച്ച് വെച്ചിരിക്കുന്ന ലോഹം എടുക്കണം. ഇത് ഇംപ്യൂറും ഇത് പ്യൂറുമാണ്. ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവാണ് ആനോഡിലേക്ക് ശുദ്ധീകരിക്കേണ്ട ലോഹം എടുക്കണം. കാഥോഡിലേക്ക് ഓൾറെഡി ശുദ്ധീകരിച്ച് വെച്ചിട്ടുള്ള ഒരു ലോഹം എടുക്കണം. അതേ ലോഹം തന്നെ എടുക്കണം. അപ്പം ഈ കറണ്ട് കടത്തിവിടുന്ന സമയത്ത് ഈ അശുദ്ധ ലോഹത്തിനകത്ത്, ഇതിനകത്ത് അഴുക്കും മെറ്റലും ഉണ്ട്. ഇതിനകത്തിരിക്കുന്ന ഓരോ മെറ്റലും ഇപ്പുറത്തേക്ക് പോയി ഡെപ്പോസിറ്റ് ആവും. ആനോഡിൽ നിന്ന് പതുക്കെ കാഥോഡിലേക്ക് പോകും. അതിന് റിയാക്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ പറയേണ്ട കാര്യമില്ല, പഠിക്കണ്ട. കാരണം സ്കൂൾ ക്ലാസ്സിലാണെങ്കിൽ അത് പഠിക്കണം. ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴിയാണ് ഈ ആനോഡിലിരിക്കുന്ന മെറ്റൽ ഇപ്പുറത്തേക്ക് പോകുന്നത്. കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തിരിക്കുന്ന എല്ലാ മെറ്റലും ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് പോകാൻ തുടങ്ങും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത് കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് അഴുക്ക് മാത്രമാവും. അത് ചെളി, മഡ് എന്ന് പറയും. മഡ് അതിൽ തന്നെ ഒന്ന് വീഴുകയും ചെയ്യും. ഇങ്ങനെയും നമുക്ക് ലോഹത്തെ ശുദ്ധീകരിച്ചെടുക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാ മെറ്റലും ഇപ്പുറത്ത് നമുക്ക് കണക്ട് ചെയ്താൽ മതിയല്ലോ. ആനോഡിൽ അഴുക്കും ഉണ്ടായിരുന്നു, മെറ്റലും ഉണ്ടായിരുന്നു. നമ്മൾ കറണ്ട് കടത്തി വിട്ടപ്പോൾ ആനോഡിലുള്ള മെറ്റൽ മാത്രം കാഥോഡിലോട്ട് പോയി. എങ്ങനെ? ഏത് പ്രവർത്തനം വഴി? ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനങ്ങൾ വഴി. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും. അത് നമുക്കിവിടെ പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഇവിടെ കോപ്പർ, സിങ്ക് ഇതൊക്കെ ഈ രീതിയിലാണ് സാധാരണയായിട്ട് ശുദ്ധീകരിക്കുന്നത്. 2026 നമുക്കൊരു ജോലി വേണം അല്ലേ? നിങ്ങളോടൊപ്പം ഹാജാസ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും.
2026 നിങ്ങൾ എവിടെയെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുത്ത് പഠിക്കുന്നവരായിരിക്കും. നിങ്ങൾ അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഈ ഒരു ജോലി നേടിയ ആൾക്കാരെയൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരാത്തതായ ഒരു വലിയ രഹസ്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഈ സിലബസ് വെച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഘട്ടം. അവർ ആ സിലബസിൽ തന്നെ നിൽക്കും. സിലബസ് പഠിക്കണം, 100% സിലബസ് 100% നമ്മൾ കവർ ചെയ്യണം. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് ആ സിലബസിനകത്ത് മാത്രം നിൽക്കരുത്. നമ്മൾ PYQയും പാരലലി PYQയും പഠിക്കണം. 2, 3 പരീക്ഷ എഴുതണം. നമ്മൾ ഒന്നും അറിഞ്ഞുകൂടാതെ പോയി പരീക്ഷ എഴുതാൻ പോയാൽ നമ്മൾ തകരും. അപ്പോൾ നമ്മൾ അതിനകത്ത് ഹോട്ട് ടോപ്പിക്സ് അത്രയും പഠിക്കണം. പല ആൾക്കാർ യൂട്യൂബിനകത്ത് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞ് ഇടുന്ന ക്ലാസ്സുകൾ ഹോട്ട് ടോപ്പിക്സ് അല്ല. നമ്മൾ മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇടുന്നുണ്ട്, മാസ്റ്റർ ക്ലാസ്. അതിനകത്ത് നിങ്ങൾ നോക്കുക, കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ, അന്തസ്രാവി ഗ്രന്ഥികൾ, സുപ്രീം കോടതി, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇതിനെയാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതിനകത്തുനിന്നൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും. ജാലിയൻ വാല ബാഗ്, അപ്പോൾ അതിനകത്തുനിന്നൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട 3 പ്രത്യേക കാര്യങ്ങൾ: 1 കണ്ടന്റ് പഠിക്കണം, 2 PYQ പഠിക്കണം, 3 മോക്ക് ടെസ്റ്റ് എഴുതണം. ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, എല്ലാവരും ഈ PYQ, എൻ്റെ ക്ലാസ് ഇഷ്ടമാണോ നിങ്ങൾക്ക്? അപ്പം ഞാൻ ഒരു PYQൻ്റെ സെഷൻ നടത്തുന്നുണ്ട്, ഒരു ക്ലാസ് ഉണ്ട്. ഈ PYQൻ്റെ ക്ലാസ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 399 രൂപയാണ്. 1500 രൂപയായിരുന്നു കഴിഞ്ഞ സീസണിലെല്ലാം നമ്മൾ ഈ ക്ലാസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത, ഈ ജാനുവരി മുതലാണ് നമ്മൾ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത്. ജാനുവരി, ഇപ്പോൾ ഫെബ്രുവരി ആയി. ജനുവരി ഫെബ്രുവരി മാസമാണ് ഇതിൻ്റെ റെക്കോർഡിങ്. ഏകദേശം 20ഓളം ക്ലാസ്സുകൾ ഇപ്പോൾ നമ്മളതിനകത്ത് ആയിട്ടുണ്ട്. ഏകദേശം 20ഓളം ക്ലാസ്. ഓരോ ക്ലാസ്സിലും 5 ചോദ്യങ്ങളും അതിൻ്റെ വിശദമായ വിവരങ്ങളും എക്സ്പ്ലനേഷനുമാണ് കിട്ടുന്നത്. ഇതിനകത്ത് ഇങ്ങനെ നിങ്ങളുടെ പരീക്ഷ വരെയും ഇതിനകത്ത് ഇങ്ങനെ ക്ലാസ്സുകൾ ഓരോ ദിവസവും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾക്ക് 20 ക്ലാസ് അല്ല കിട്ടുക, ചിലപ്പോൾ നിങ്ങൾക്ക് 50, 100, 150, 200 ക്ലാസ് കിട്ടും. ഓരോ ക്ലാസ്സും നിങ്ങളെ അഡിക്റ്റഡ് ആക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഇത് ആദ്യത്തെ 100 കുട്ടികൾക്കാണ് 1 വർഷത്തെ വാലിഡിറ്റി കിട്ടുക. അത് കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് വാലിഡിറ്റി 1 വർഷം ഉണ്ടാവില്ല, അത് 6 മാസമായിരിക്കും വാലിഡിറ്റി. ഫീസ് ഇത് തന്നെയായിരിക്കും, 399 തന്നെയാണ്. ഏകദേശം നല്ല രീതിയിൽ അഡ്മിഷൻ നടക്കുന്ന ഒരു ബാച്ചാണ്. എനിക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് നിന്ന്, നമ്മുടെ മണി എന്ന് പറയുന്ന സാധനം, കാശ് എന്ന് പറയുന്നത് നമുക്ക് ചിലവാക്കുമ്പോൾ അതിനകത്ത് ഒരു സംശയം ഉണ്ടാവും, ഇത് നല്ല ക്ലാസ് ആയിരിക്കും, ഇത് ഞാൻ വിചാരിക്കുന്ന എല്ലാം കിട്ടുമോ, ഇങ്ങനെയൊക്കെ സംശയം ഉണ്ടാവും. അപ്പം നമുക്ക് ഒരു ഓൺലൈനിൽ ഒരു സാറിനോട് ചോദിച്ച് എന്നോട് സംസാരിച്ചിട്ട് നിങ്ങൾ ഈ ക്ലാസ് എടുത്താൽ മതി. എൻ്റെ അടുത്ത് സംസാരിക്കൂ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു തരാം. ഈ നമ്പർ സേവ് ചെയ്ത്, എൻ്റെ പേഴ്സണൽ നമ്പറാണ്, ഓക്കെ, എൻ്റെ വീട്ടുകാരും എൻ്റെ മക്കളും ഒക്കെ വിളിക്കുന്ന നമ്പറാണ്. ഈ നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്താൽ ഞാൻ സംസാരിക്കാം. 399 രൂപയാണ് ഇതിൻ്റെ ഫീസ്. ആദ്യത്തെ 100 പേർക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത്, ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇതെല്ലാം ഓക്കെ ആണോ? ഇത് ഇച്ചിരി കടുപ്പമുള്ളൊരു പോർഷനാണ് നമ്മൾ ഇന്ന് എടുത്തത്. ഇനി അടുത്ത ദിവസം നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ബ്ലാസ്റ്റ് ഫർണസ്. കാത്തിരിക്കുക. ബ്ലാസ്റ്റ് ഫർണസിലെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ചോദിച്ച ചോദ്യം വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ പിടിക്കാൻ പോകുന്നത്. ബ്ലാസ്റ്റ് ഫർണസും അലുമിനിയത്തിൻ്റെ എക്സ്ട്രാക്ഷനും കോപ്പർ സിങ്കിൻ്റെ എക്സ്ട്രാക്ഷനും നമ്മൾ പറയും അടുത്ത ക്ലാസ്സിൽ. അടുത്ത ക്ലാസ് അടുത്ത വ്യാഴാഴ്ച ഈ ടോപ്പിക്ക് നമ്മൾ പഠിക്കും. സയൻസിനെ നമ്മൾ കീഴടക്കും. റാങ്കുകാരന് പോലും വശമില്ലാതിരുന്ന സയൻസ് നമ്മൾ പഠിച്ചെടുക്കും അടിപൊളിയായി. ഞാൻ കൂടെയുണ്ട്, നിങ്ങളും കൂടെ ഉണ്ടാവണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട ഓരോ കുട്ടിയുടെയും ഒരു കമൻറ്റ് ഇതിനകത്ത് വേണം. കാരണം പണ്ട് യൂട്യൂബിൽ ഇതിനകത്ത് കമൻ്റ് ഇടുന്ന ഓരോ കുട്ടി ആര് ഈ ക്ലാസ് കാണുമെന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു. അവർ അതിനകത്തൊരു കമൻ്റ് ഇടുമായിരുന്നു. നിങ്ങൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. നമുക്ക് വീണ്ടും കാണണം. ബൈ.